മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മുതുപ്പിലാക്കാട് നിന്ന് ഒരു സുന്ദരമായ പ്രതികാരത്തിന്റെ വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു പറ്റം യുവാക്കളുടെ മധുര പ്രതികാരത്തിന്റെ വാർത്തയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണ ജയന്തിയാണ്. നാടെങ്ങും വിപുലമായിട്ട് തന്നെ ആഘോഷങ്ങൾ നടന്നു. ഒരുപാട് ശോഭയാത്രകള്, സുന്ദരമായ ശോഭയാത്രകള് നമ്മളൊക്കെ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടു. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ചെയ്തിട്ടുള്ളതാണ്. മുതുപ്പിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ഓണപ്പൂക്കളം ഒരുക്കുന്ന ഒരു പറ്റം യുവാക്കള്, അതിനോടൊപ്പം തന്നെ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി വെക്കുന്നു. അതിനെതിരെ കുറച്ച് ആളുകള് പരാതി കൊടുക്കുന്നു, പോലീസ് എത്തുന്നു. അതിൽ ചില പോലീസുകാര് അത് വായിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പോലും ചോദിച്ച് രംഗത്ത് വരുന്നു. അതിനെതിരെ ശക്തമായിട്ട് പോലീസ് നിലപാടെടുക്കുന്നു. എന്നാൽ രാജ്യത്തെ നെഞ്ചേറ്റിയ യുവാക്കള് ഒരു തരത്തിലും അവർക്ക് മുന്നിൽ മുട്ടുമടക്കിയില്ല. അതിനെ തുടർന്ന് പരാതിക്കാരും പോലീസുകാരും ഒക്കെ തന്നെ മാറി നിൽക്കേണ്ടി വന്നു. ഇത് നമ്മളൊക്കെ തന്നെ നിരവധി വാർത്തകൾ ചെയ്തു. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ ആ സ്ഥലത്തേക്ക് പറന്നെത്തുന്നു. അദ്ദേഹം അവിടെ എത്തിയിട്ട് സിന്ദൂരം ആ പൂക്കളത്തിൽ ചാർത്തുന്നു. ഈ പരാതിക്കാരും പോലീസുകാരൊന്നും അവിടേക്ക് എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ 100-100 ആളുകൾ കണ്ടിട്ട് അതിലപ്പുറം അത് ആരും കാണുക പോലും ഇല്ലായിരുന്നു. എന്നാൽ പരാതിക്കാരും പോലീസും അവരുടെ നെറികേടും കാരണം കേരളം ഒന്നടങ്കം, ഇന്ത്യയിലേറെ പറയുന്നു, നാഷണൽ മീഡിയാസിൽ പോലും വലിയ വാർത്തയായിട്ട് വന്നു. കേരള പോലീസ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പൂക്കളത്തിന് എതിരെ നിൽക്കുന്നു എന്ന തരത്തിൽ നാഷണൽ മീഡിയാസിൽ പോലും വാർത്ത വന്നു. ഇത്തരത്തിൽ സുരേഷ് ഗോപി പോലും ഇടപെട്ട് വലിയ ചർച്ചയായി. തീർത്തും ന്യായമായിട്ടുള്ള മറ്റൊരു ചോദ്യമുണ്ട്. ഇവിടെ ഫ്രീ പലസ്തീൻ എന്ന് എഴുതി വെച്ച പൂക്കളം ഉണ്ടായിട്ട് അതിനെതിരെ ഇവിടെ ഒരു പോലീസും ഒരു കേസുമില്ല, ഒരു പ്രശ്നവുമില്ല. അതേസമയം അതിനെതിരെ ആർക്കും പരാതിയുമില്ല. ഓരോ ആളുകളും ചിന്തിക്കണം. കലാപം സൃഷ്ടിക്കാൻ, കലാപാഹ്വാനം, അത്തരത്തിലാണ് 10-26 ആളുകൾക്കെതിരെ പോലീസ് കേസ് പോലെ എടുത്തിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിനെ ഇതൊക്കെയായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ശ്രീകൃഷ്ണ ജയന്തി വരുന്നു. ശോഭയാത്ര, പാർത്ഥസാരഥി ക്ഷേത്രമൊക്കെയായി ബന്ധപ്പെട്ട് പരാതിയൊക്കെ കൊടുത്തവരുടെ മുന്നിലൂടെ രാജ്യത്തോട് സ്നേഹമുള്ള ഒരു പറ്റം യുവാക്കളുണ്ടല്ലോ, അവര് നിശ്ചല ചിത്രം വരികെ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട്. അതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഈ രാജ്യത്തോട് സ്നേഹമുള്ള ഓരോ ഭാരതീയരും ഒരുപാട് അഭിമാനം തോന്നുന്ന വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? വളരെ വ്യക്തമായിട്ട് ശോഭയാത്രയില് ഓപ്പറേഷൻ സിന്ദൂര് അഭിമാനത്തോടുകൂടെ മുതുപ്പിലാക്കാട് ആ യുവാക്കള് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. എന്തിനു പറ്റും പരാതിക്കാരും ആ പോലീസ് സംവിധാനമൊക്കെ എന്തിനു പറ്റോ? നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂരിന്റെ നിശ്ചല ചിത്രമൊരുക്കി ശോഭയാത്രയിൽ മുന്നോട്ട് പോകുന്നു. ഇത് അഭിമാനമാണ്. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും അഭിമാനവും. ആ യുവാക്കളെയും മാതൃകയാക്കണം. ഇതൊക്കെയാണ് മധുര പ്രതികാരം എന്ന് പറയുന്നത്. ശോഭയാത്ര, പരാതിക്കാരുടെ മുന്നിലൂടെ ശോഭയാത്രയില് വളരെ വ്യക്തമായിട്ട് നിശ്ചല ചിത്രം ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് ഈ മുതുപ്പിലാക്കാട്ടെ രാജ്യസ്നേഹികളായിട്ടുള്ള ഒരു പറ്റം ആളുകള് ഒരുക്കിയിരിക്കുന്നു. എന്തിനു പറ്റും പരാതിക്കാരും പോലീസ് സംവിധാനമൊക്കെ? പോലീസിന്റെ ഒക്കെ ഒരു ഉളുപ്പില്ലായ്മ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇസ്രായേൽ ഖത്തറിലേക്ക് ആക്രമണം നടത്തിയാൽ പോലും ഈ തിരുവനന്തപുരത്ത് SCPIക്കാർ പ്രകടനം നടത്തു. അതിനെതിരെ ഇവിടെ ഒരാൾക്കും പ്രശ്നമല്ല, ഒരു പ്രശ്നവുമില്ല. ഒരു കലാപത്തിനുള്ള കേസ് കൊടുക്കൂല. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള, നമ്മുടെ രാജ്യത്തെ സഹോദരിമാരുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായ്ച്ചതിന് നമ്മുടെ രാജ്യം മറുപടി കൊടുത്ത ആ ഒരു ആക്രമണത്തിന്, നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള ആ ഒരു ആക്രമണത്തിന്റെ പേരാ ഓപ്പറേഷൻ സിന്ദൂര്. ഈ രാജ്യത്തെ ഓരോ ആളുകളുടെയും അഭിമാനം. അത് മുതുപ്പിലാക്കാട്ടെ ഒരു പറ്റം യുവാക്കള് ഉയർത്തിപ്പിടിച്ചത് ഇവിടുത്തെ പോലീസിന് പ്രശ്നം, കുറച്ച് പരാതിക്കാർക്ക് പ്രശ്നം.
അവരുടെയൊക്കെ തലമണ്ടക്ക് കൊട്ടിയതുപോലെ തന്നെയാ ശോഭയാത്രയില് നിശ്ചല ചിത്രം ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് തന്നെ ഉയർത്തിയിട്ടുള്ളത്. മറ്റൊരു കാര്യം ഞാൻ എടുത്തു പറയാം. മതവിശ്വാസങ്ങളും ഇതൊക്കെയായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ തെരുവുകളിലൂടെയൊക്കെ വലിയ ആഘോഷം നടക്കുമ്പോൾ നമ്മുടെ രാജ്യവും നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും ഒക്കെ ഇതൊക്കെ ഒന്ന് മാതൃകയാക്കിയിട്ട് എല്ലാ ആളുകളും ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കണം. ഇത് വലിയൊരു മാതൃകയാ. ഒരു മതവിശ്വാസമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ഒരു ഘോഷയാത്രയില് രാജ്യസ്നേഹം ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് അത് അഭിമാനകരമായിട്ടുള്ളൊരു വിഷയം തന്നെയാ. അത് മറ്റ് ആളുകളും മാതൃകയാക്കണം. നമ്മുടെ രാജ്യത്തോടുള്ള ഓപ്പറേഷൻ സിന്ദൂര് നമ്മുടെ രാജ്യം നടത്തുന്ന വളരെ വലിയ പ്രാധാന്യമുള്ള നമ്മുടെ പുതുതലമുറയൊക്കെ ഇതാണ് കണ്ടു വളരേണ്ടത്. അല്ലാതെ പലസ്തീന്റെ നെറികെട്ട കൊടിയും അവിടുത്തെ ഹമാസിനെയല്ല. നമ്മുടെ രാജ്യം, നമ്മുടെ നാട്, നമ്മുടെ പുതുതലമുറ കണ്ടു വളരേണ്ടത് ഓപ്പറേഷൻ സിന്ദൂരും നമ്മുടെ രാജ്യത്തെ സൈനികരെയും നമ്മുടെ രാജ്യത്തെ സകല സംവിധാനങ്ങളെയും നമ്മുടെ രാജ്യത്തെ ചരിത്രത്തെയുമാ. അല്ലാതെ ഈ പറയുന്ന പലസ്തീൻ്റെതല്ല. ഇവിടെ നമ്മുടെ കേരളത്തിൽ എത്ര റാലികൾ നമ്മൾ കണ്ട്. നമ്മൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത്, നിങ്ങൾ ഓപ്പറേഷൻ സിന്ദൂരിനെതിരെ അല്ല പരാതിയും അല്ലെ കേസൊന്നുമായിട്ട് ഓടി എത്തേണ്ടത്. നിങ്ങളിവിടെ ഈ ഖത്തർ വിഷയത്തിൽ, ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ച വിഷയത്തിൽ ഇവിടെ തെരുവിലിറങ്ങിയ ആളുകളുണ്ടല്ലോ. ഇതേ ഖത്തറിനെ തന്നെ ഇറാൻ ആക്രമിച്ച സമയത്ത് തെരുവിലിറങ്ങിയിട്ടില്ല. ഇതൊക്കെ ഇവിടുത്തെ പോലീസുകാർ മനസ്സിലാക്കണം. ഇറാൻ ഖത്തറിനെ ആക്രമിച്ച സമയത്ത് അത് തമ്മിലുള്ള വിഷയം, അവിടെ ഒരു മനുഷ്യത്വമില്ല, ആർക്ക് അങ്ങോട്ടും കൊല്ല ഇങ്ങോട്ടും കൊല്ല, ഒരു പ്രശ്നമില്ല. ഇറാൻ ലക്ഷ്യം വെച്ചത് ഖത്തറിലെ സാധാരണക്കാരെയും, ഒരു പ്രശ്നമില്ല. ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ശത്രുക്കളായിട്ടുള്ള ഹമാസ് എന്ന ഭീകര സംഘടനയെ ലക്ഷ്യം വെച്ച് ഖത്തറിലേക്ക് ആക്രമണം നടത്തുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരുപാട് ആളുകൾ തെരുവിലിറങ്ങുക, SCPക്കാര്, അവർക്കെതിരെയൊക്കെ ചുണയുണ്ടെങ്കിൽ ഇവിടുത്തെ പോലീസ് സംവിധാനം പോയിട്ട് കേസെടുക്കട്ടെ. നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്ന് നോക്കണം. ഈ ഇസ്രായേലിനെതിരെ എന്തൊക്കെ പുകില. ഇവിടെ ഒരു ഔദ്യോഗിക രാജ്യത്തിനെതിരെ തോന്നിയതുപോലെ ഇവിടെ സുഡാപ്പികൾ കിടന്ന് സോഷ്യൽ മീഡിയയിലൂടെ തോന്നിയത് വിളിച്ചു പറയുന്നുണ്ട്. ഇവിടുത്തെ പോലീസിനെന്തേ അതിനെതിരെ പരാതി എടുക്കാൻ തന്റെ ഇടമുണ്ടോ? പോലീസുകാരോട് പറയാനുള്ളത്, ഈ രാജ്യത്ത് ഒരു പറ്റം യുവാക്കളുണ്ട്, രാജ്യത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആളുകള്. അവർക്ക് നേരെ കുതിര കയറാൻ വന്നാലേ, നിങ്ങളിത് കണ്ടില്ലേ, ഇത് കൃത്യമായിട്ടുള്ളൊരു മധുര പ്രതികാരവും കൃത്യമായിട്ടുള്ളൊരു സന്ദേശമാ. ആര് രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള ഏതൊരു വിഷയത്തെ തൊട്ടു കഴിഞ്ഞാലോ അത് നിങ്ങൾക്ക് ഒരിക്കലും താങ്ങാൻ സാധിക്കാത്ത തരത്തിൽ തന്നെ തിരിച്ചടി ഉണ്ടാവും. ഇത് യുവാക്കൾ മാതൃകാപരമായിട്ടുള്ളൊരു സന്ദേശമാണ്, പ്രതികാരമാണ്. ഒരു പോലീസുകാരും ഞങ്ങളെ രാജ്യത്തെ തൊട്ട് കളിക്കാൻ വരേണ്ടായത്. അതും ശോഭയാത്രയിലാണ് നിശ്ചല ചിത്രം ഒരുക്കിയിട്ടുള്ളത്. ആ ഒരു പറ്റം യുവാക്കളെ ഓർത്ത് ഒരുപാട് അഭിമാനം.